ഹല്ലേലൂയ. ദൈവത്തിന് നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് ഒന്നിച്ച് ദൈവവചനത്തിലെങ്കിലേക്ക് ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കാം. നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ ആയിരിക്കുന്നോ? യേശു ജീവിതത്തിലുണ്ടെങ്കിൽ പിന്നെ എനിക്ക് സന്തോഷിക്കാൻ മറ്റൊരു കാര്യവും വേണ്ട എന്നുള്ളത് നമ്മൾ തന്നെ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ഈ ഒരേ ചോദ്യം ഞാൻ എല്ലാ പ്രാവശ്യം ചോദിക്കും. കാരണം മാസത്തിൽ ഒരിക്കലാണ് നിങ്ങൾ എനിക്ക് ഓർപ്പിക്കാൻ കിട്ടുന്നത്. അപ്പം സന്തോഷത്തോടെ ആയിരിക്കുന്നോ? യേശു എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എനിക്ക് പിന്നെ സന്തോഷിക്കാൻ മറ്റൊരു കാര്യവും ആക്ച്വലി ആവശ്യമില്ല. അപ്പം ഞാൻ അതിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ആശ്രയത്തെ ഒന്ന് ക്രമീകരിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം ഞാൻ ലാസ്റ്റ് ചാൻസ് തരാം. സന്തോഷത്തോടെ ആയിരിക്കുന്നോ? ആമേൻ. കർത്താവ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ തിരുവചനം പറയുന്നത് ഞാൻ എടുത്തിരിക്കുന്ന ഏറ്റവും മുഖ്യമായിട്ടുള്ളൊരു തീരുമാനം കർത്താവിൻ്റെ കൃപ കൊണ്ട് എനിക്ക് ശരിയായി കിട്ടി. ആമേൻ. തിരുവചനം പറയുന്ന ഒരു വലിയ ചോയ്സാണ് യേശുവിനെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുക എന്നുള്ളത്. അതിൻ്റെ വ്യാപ്തി തിരുവചനത്തിന് എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അറിയാമോ? അതാ നിങ്ങളുടെ കൈ തെറ്റാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കിയുള്ളത് കൊണ്ട് ദൈവരാജ്യത്തിലോട്ട് കയറിക്കൊള്ളാനാണ് പറയുന്നത്. ആ വരുന്ന വഴിക്ക് ആ FD കൂടെ എടുത്തിട്ട് വരാൻ പറയുന്നില്ല. അത് കഴിഞ്ഞിട്ട് പറയുന്നത് നിന്റെ കണ്ണ് തെറ്റ് ചെയ്യുന്നെങ്കിൽ അതിനെ ചൂഴ്ന്നെടുത്ത് കളഞ്ഞിട്ട് ബാക്കിയുള്ളത് കൊണ്ട് ദൈവരാജ്യത്തിലോട്ട് കയറിക്കൊള്ളാനാണ് പറയുന്നത്. അത്ര പ്രധാനപ്പെട്ടതാ യേശുവിനെ തിരഞ്ഞെടുക്കുന്ന തീരുമാനം. ആമേൻ. ഇന്ന് ആ തീരുമാനം എടുത്തിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഉണ്ടല്ലോ. അങ്ങനെയുള്ളവർക്ക് പ്രയാസപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. മറ്റ് പ്രയാസങ്ങളെല്ലാം വളരെ താൽക്കാലികമാണ്. ഹല്ലേലൂയ. യേശുവിനെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സന്തോഷിക്കാൻ മതിയായ കാരണങ്ങളുണ്ട്. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവേ, ഈ സഭയിൽ ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. ജോൺസൺ എന്നുള്ള പേർ പരിശുദ്ധാത്മാവിൻ്റെ ഓർമ്മയിൽ കൊണ്ടുവന്നിട്ട് കർത്താവിൻ്റെ നാമം താങ്കളുടെ ജീവിതത്തിൽ വലിയ തോതിൽ വാഴ്ത്തപ്പെടുവാൻ കർത്താവ് കാരണമാക്കും. കർത്താവിൻ്റെ കൂടെ ദൈവത്തിൻ്റെ വചനത്തെ മാനിച്ചു നടന്നാട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. കർത്താവ്, ഈ സമയം ഞങ്ങൾ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ കർത്താവിൻ്റെ ഹിതപ്രകാരമുള്ളത്, കർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞങ്ങളുടെ മധ്യ ശുശ്രൂഷിക്കണമേ. ഇന്ന് ഞങ്ങൾ കടന്നു പോകുമ്പോൾ ബലപ്പെട്ട് ദൈവവചനത്തിൻ്റെ നിറവിൽ നിന്ന് മടങ്ങി പോകുവാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ മടങ്ങി പോകുമ്പോൾ ഞങ്ങൾ വന്നവരായിട്ടല്ല, എന്നാൽ ബലപ്പെട്ടവരായി, നിറഞ്ഞവരായി, ആത്മാവിൻ്റെ വർധനവ് സംഭവിച്ചവരായി മടങ്ങി പോകുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് താഴ്മയെക്കുറിച്ച് എന്ന് പറയണമെന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിലൊരു താല്പര്യം തന്നതുകൊണ്ട് ഞാൻ ഇന്ന് അതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുക, അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങുക നമ്മളോട് ഒന്നിച്ച്. കാരണം തിരുവചനത്തിൽ പറയുന്നത് ഏറ്റവും താഴ്മയുള്ള മനുഷ്യനെ കുറിച്ച് പഴയ നിയമത്തിൽ പറയുന്ന ആരാ? പഴയ നിയമത്തിൽ മോശ. പുതിയ നിയമത്തിൽ താഴ്മയുടെ പര്യായമായിട്ട് നമ്മൾ പറയുന്ന ആരെയാ? യേശു. ഇവർ രണ്ടുപേരും തൽക്കാലം ആളായിട്ട് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാനായത് പറയുന്നു. നമുക്ക് തിരുവചനത്തിൻ്റെ നിറവിൽ നിന്ന് എന്തുവാ താഴ്മ എന്നുള്ളത് നമുക്ക് ഒന്നിച്ച് പഠിച്ചു തുടങ്ങാം. ആമേൻ. ഇത് നമുക്ക് അറിയേണ്ടത് വളരെ ആവശ്യമാണ്. തിരുവചനം ഇത് നാം ഡെവലപ്പ് ചെയ്യേണ്ട, വർദ്ധിച്ചു വരേണ്ടതായിട്ടുള്ള, ഗ്രോ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സൽഗുണമായിട്ട് തിരുവചനം വളരെ വ്യക്തമായിട്ട് പറയും. നാം പലരും ചിന്തിക്കുന്ന ആക്ച്വലി, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് യഥാർത്ഥത്തിൽ തിരുവചനത്തിൽ പഠിക്കേണ്ടത്? കാരണം ഓരോ വാക്കിനും പല അർത്ഥം. പലപ്പോഴും ഞാൻ വ്യക്തികളോട് സംസാരിക്കുമ്പോഴത്തേക്കും ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ചിലപ്പോൾ പറയും ആക്ച്വലി, അതായത് ഒന്ന് ചിന്തിച്ചാട്ടെ, നിങ്ങളുടെ ആ ഒരു ജനിച്ചു വളർന്ന ആ സമയത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചാട്ടെ എന്ന് ഞാൻ പറയുമ്പോഴത്തേക്കും എനിക്ക് നല്ല ഓർമ്മകളാണ്. പക്ഷെ ഒരുപക്ഷെ ഞാൻ സംസാരിക്കുന്ന ആൾക്ക് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് വളരെ വേദന നിറഞ്ഞൊരു സമയമാണെങ്കിൽ ആ ആളെ ഞാൻ ആശ്വസിപ്പിക്കാനാണ് ഉദ്ദേശിച്ചത്, പക്ഷെ അത് തലവേദനയായി മാറി. ഒരേ വാക്കിന് പലരുടെയും ജീവിതത്തിൽ പല അർത്ഥങ്ങളായതുകൊണ്ട് തിരുവചനം ഈ താഴ്മയെക്കുറിച്ച് പറയുന്ന യഥാർത്ഥമായ സത്യം എന്തെന്ന് നാം മനസ്സിലാക്കണം. ആമേൻ. തിരുവചനം പലപ്പോഴും താഴ്മപ്പെടാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പറയാം, ഒന്ന് താഴ്മപ്പെട്ടൂടെ, അടങ്ങിയിരിക്കാനാ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് താഴ്മപ്പെട്ടൂടെ എന്നാ പറയുന്നത്. ഇങ്ങനെയൊക്കെ നടന്നാൽ മതി, ഒന്ന് താഴ്മപ്പെട്ടൂടെ.
തിരുവചനം എന്താ താഴ്മയെക്കുറിച്ച് പറയുന്നത് നമുക്ക് നോക്കാം. കാരണം തിരുവചനം വളരെ അധികം താഴ്മയുമായിട്ട് താരതമ്യം ചെയ്യുന്ന അതിൻ്റെ വിപരീത പദം നിഗളി അല്ലെങ്കിൽ പ്രൗഡ് എന്നുള്ള. നമ്മൾ ഒന്നിച്ച് തിരുവചനത്തിൽ നമുക്ക് പഠിക്കാം. ആദ്യമായിട്ട് കൊലോസ്യ ലേഖനത്തിൻ്റെ 3:12 നമുക്ക് വായിക്കാം. കൊലോസ്യ ലേഖനം 3:12. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ ക്രിസ്തുവിൻ്റെ രൂപമായിട്ടുള്ള താഴ്മ ധരിച്ച് മുന്നേറാനായിട്ട്. അതാ ഇന്ന് ദൈവത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നതും പ്രത്യാശിക്കുന്നതും. കൊലോസ്യ ലേഖനത്തിൻ്റെ 3:12 പറയുന്നത്, അതുകൊണ്ട് ദൈവത്തിൻ്റെ വ്രതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി. അപ്പോൾ ഇവിടെ പറയുന്നത് ദൈവത്തിൻ്റെ വ്രതന്മാർ, അതായത് ഡിവോറ്റഡ്, കർത്താവിൽ ആശ്രയിച്ച് യേശുവിൻ്റെ ഇഷ്ടപ്രകാരം വളരാൻ ആഗ്രഹിക്കുന്നവർ, ഡിവോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, അങ്ങനെ വിശുദ്ധരുമാണെങ്കിൽ, ക്രിസ്തുവിനാൽ കഴുകപ്പെട്ട് രക്തത്താൽ കഴുകപ്പെട്ടിരിക്കുന്ന പ്രിയരായിരിക്കുന്ന നാം മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ അടുത്ത വാക്കിനോട് ചേർന്ന് വെച്ച് ധരിച്ചുകൊണ്ട്, പറഞ്ഞാട്ടെ ധരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ താഴ്മ ഞാൻ ജനിച്ചപ്പം എനിക്ക് വന്ന ഡോസ് അല്ല, ഞാൻ ധരിക്കേണ്ട ഒരു കാര്യമാണെന്ന് തിരുവചനം മനസ്സിലാക്കി തരിക. അതുകൊണ്ട് ഇന്ന് ഈ തിരുവചനത്തിൻ്റെ ഈ സത്യങ്ങളിലേക്ക് ഞാൻ പോകുന്നതിന് മുമ്പാകെ ആദ്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു തത്വം ഇതാണ്, ദാറ്റ് മൈ ഹാർട്ട് പോസ്ചർ ഈസ് മൈ ചോയ്സ്. എൻ്റെ ഹൃദയത്തിൻ്റെ മനോഭാവം അയാൾ കാരണമല്ല, ഇയാൾ കാരണമല്ല, കർത്താവ് കാരണമല്ല, അത് തിരഞ്ഞെടുക്കുവാനുള്ള അധികാരം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് താഴ്മയിൽ ഞാൻ വളരണമെങ്കിൽ കർത്താവ് അതിനുള്ള തിരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യം എനിക്ക് തന്നിട്ടുണ്ട്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, യോർന്നല്ല മൈ എന്ന് പറഞ്ഞാൽ മതി. മൈ ഹാർട്ട് പോസ്ചർ ഇസ് മൈ, അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിൻ്റെ മനോഭാവം എൻ്റെ കയ്യിലായിരിക്കുന്നു എന്ന് പറഞ്ഞാട്ടെ. ആമേൻ. തിരുവചനം പറയുക ഈ താഴ്മ എന്ന് പറയുന്ന കാര്യം, മറ്റ് ദയ, ദീർഘക്ഷമ, അതിനകത്തോടെ ഞാൻ പോകുന്ന താഴ്മ എനിക്ക് ധരിക്കാൻ പറ്റുമെന്ന് തിരുവചനം പറയുന്നത്. ഇന്ന് എങ്ങനെയാണ് നിങ്ങളെല്ലാവരും വസ്ത്രം ഉടുത്തിട്ട് വന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്ക് ഈ പാൻറ്റൊക്കെ വന്ന് കയറിയില്ലല്ലോ, സാരി ഒന്നും വന്ന് തന്നെ ഇങ്ങനെ കയറിയൊന്നും ഇല്ലല്ലോ, അല്ലേ? അത് എവിടെ ഇരിക്കുമായിരുന്നു, പ്രിപ്പയർ ചെയ്തു, ധരിച്ചിട്ട് വന്നു. ഞാൻ താഴ്മയുള്ള വ്യക്തി ആകണമെങ്കിൽ ഞാൻ അതിനു വേണ്ടി ഒരുങ്ങണം, അതിനെക്കുറിച്ച് അറിയണം, ഞാൻ അത് ധരിക്കണം. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറയാമോ, താഴ്മയിൽ നമുക്ക് വളരാമെന്ന് പറയാമോ? ഇന്നൊരു പക്ഷേ നിങ്ങൾ താഴ്മയെക്കുറിച്ച് പറയാൻ തന്നെ പലർക്കും പേടിയാണ്. കാരണം എവിടേക്കോ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ കേട്ടിട്ടുണ്ട്, എനിക്ക് താഴ്മ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇല്ലെന്ന അർത്ഥം എന്നൊക്കെ. നമുക്ക് പിടുത്തം കിട്ടുന്നില്ല എന്താ സാധനം ഇതെന്നുള്ളത്. ഐ ആം ഹമ്പിൾ എന്ന് പറഞ്ഞാൽ യു ആർ നോട്ട് ഹമ്പിൾ എന്നൊക്കെ എന്തൊക്കെ ഞാൻ തിരുവചനത്തിൽ നിന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുകയാണ്. എനിക്ക് ആൾക്കാരൊക്കെ വലിയ ബഹുമാനമാണ്, പക്ഷേ ഇന്ന് തിരുവചനത്തിൻ്റെ സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പല സ്റ്റേറ്റ്മെൻറ്റ്സിനെ മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കുന്ന ഒരു യാത്രയില്ല. ബിക്കോസ് മനുഷ്യൻ പറയുന്നതായിട്ടുള്ള വാചകങ്ങളെല്ലാം ഒരു പക്ഷേ തിരുവചനം പോലെ, ദൈവത്തിൻ്റെ ജ്ഞാനം പോലെ എല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള ജ്ഞാനമാകുകയില്ല. വളരെ ഭാഗികമായിട്ടുള്ള അഭിപ്രായമാകാൻ സാധ്യതയുണ്ട് മനുഷ്യനിൽ നിന്നിരുന്ന പല വാക്യങ്ങളും. അതുകൊണ്ട് നാം ഇന്ന് മനസ്സിലാക്കേണ്ടത്, എനിക്ക് താഴ്മയിൽ വളരുവാൻ കഴിയും, ദൈവം അതിനെനിക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് എൻ്റെ മുമ്പിലുള്ളത് യേശുക്രിസ്തു ആണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. ദൈവത്തിന് ഈ താഴ്മയെക്കുറിച്ചും അതിൻ്റെ വിപരീതമായിട്ട് ഉപയോഗിക്കുന്ന നിഗളത്തെക്കുറിച്ചുമുള്ള മനോഭാവം എന്ന് നമുക്ക് ആദ്യം കാണാം. അതായത് 1 പത്രോസ് 5:5 വളരെ വ്യക്തമായിട്ട് കർത്താവ് പറയുന്നുണ്ട്, കർത്താവിൻ്റെ ഗോഡ്സ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഹ്യൂമിലിറ്റി ആൻഡ് പ്രൈഡ്. നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള വാക്യമാണ്. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കും. ഇതിൻ്റെ പശ്ചാത്തലം വളരെ വ്യത്യസ്തമാണ്. ഞാൻ രണ്ട് വാക്യങ്ങൾ പറയുന്നതിലും രണ്ട് പശ്ചാത്തലമാണ്, എന്നാലും ഈ പ്രിൻസിപ്പിൾ വളരെ സെയിം ആണ്. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. ആരെങ്കിലും നിഗളിയാകാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ, പല സ്ഥലങ്ങളിലും അല്ലെങ്കിൽ വഴക്കുണ്ടാകുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ പല കോളേജുകളിലോ അല്ലെങ്കിൽ പല സിനിമയിലൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ കാണുന്നതാണ്. അതായത് വഴക്കുണ്ടായി കഴിയുമ്പോഴത്തേക്ക് ഒരാൾ വന്ന് പറയും, അതെ ഈ കാട്ടിൽ ഒരു സിംഹം മതി. എനിക്കൊന്ന് കർത്താവും അതൊക്കെ തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. അതായത് നീ വഴക്കുണ്ടാക്കാൻ വരുവാണോ, ഞാനാ നിന്റെ എനിമി.
നീ നിഗളിയാകാനായിട്ട്, നീ മറുതലിച്ച്, നീ എഴുന്നേറ്റ് താഴ്മയില്ലാതെ നീ നിഗളിയാകാനായിട്ട് നിൽക്കുകയാണോ, തിരുവചനം പറയുന്നത് അവരോട് ദൈവം എതിർത്ത് നിൽക്കുമെന്നാണ് പറയുന്നത്. എത്ര പേർക്ക് ദൈവം എതിരായിട്ട് വരണമെന്ന് ആഗ്രഹമുണ്ട്? അതിനായിട്ടല്ലല്ലോ നമ്മളിവിടെ വരുന്നത്, അല്ലേ? അപ്പം ഞാൻ പല വേദഭാഗങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഇതുപോലെ ദൈവം എതിര് നിൽക്കുന്നതായിട്ടുള്ള ഹൃദയത്തിൻ്റെ മറ്റ് ആറ്റിറ്റ്യൂഡ്സ് അധികം ഇല്ല. വളരെ വളരെ പ്രധാനപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ദൈവം എതിരായിട്ട് വരും. ഐ എം യുവർ എനിമി, ഞാൻ നിന്നെ റെസിസ്റ്റ് ചെയ്യാൻ പോവുക. മറ്റു പല ഭാഗങ്ങളും ദൈവം പറയുന്നത്, നീ കീഴ്പ്പെട്ടാൽ, നീ എൻ്റെ കൂടെ നിന്നാൽ, നീ നിർമ്മലമായിട്ട് നടന്നാൽ ഞാൻ നിൻ്റെ കൂടെ നടക്കും, ഞാൻ നിന്നെ വലുതാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും എന്നൊക്കെ പറയുന്നത്. എന്നാൽ നീ താഴ്മയില്ലാതെ നീ നിഗളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ നിനക്ക് എതിരായിട്ട് വരുമെന്ന തിരുവചനം പറയുന്നു. കണ്ണുകൾ അടച്ച് നമ്മുടെ കരങ്ങൾ ഉയർത്തി നമുക്ക് കർത്താവിനോട് ചോദിക്കും, കർത്താവേ, ഞങ്ങളുടെ അകത്തുള്ള നിഗളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. കർത്താവെ, താഴ്മപ്പെടുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. നാം താഴ്മ എന്തെന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. എന്നാൽ നമുക്ക് പ്രാർത്ഥനയോടെ നാം ഈ തിരുവചനത്തിലേക്ക് നാം കയറാൻ പോകുന്നത്. കർത്താവെ, ഞങ്ങളുടെ അകത്തുള്ള നിഗളം മാറിപ്പോകട്ടെ. ദൈവത്തിന് എതിരായിട്ട്, ദൈവത്തിന് ഹിതമല്ലാത്ത രീതിയിലുള്ള എല്ലാ നിഗളവും മാറിപ്പോകട്ടെ. താഴ്മയോടായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സദൃശവാക്യങ്ങൾ 3:34 പറയുന്നത്, പരിഹാസികളെ ദൈവം പരിഹസിക്കുന്നു, എളിയവർക്കോ അവൻ കൃപ നൽകുന്നു. റെസിപ്രോക്കൽ ടാരിഫിൻ്റെ കാലമാണ്. അപ്പോൾ കർത്താവും അതുപോലെ തന്നെ പറയുന്നത്, പരിഹാസികളെ ഞാനും പരിഹസിക്കും. ചിലർക്ക് PhD ഉണ്ട് സർക്കാസം, അല്ലെങ്കിൽ കളിയാക്കുന്നതിനകത്ത്, അല്ലെ പരിഹസിക്കുന്നതിനകത്ത്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേൽ പരിഹസിക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ട്. പണ്ട് അതിന് ഉരുളയ്ക്ക് ഉപ്പേരി എന്നൊക്കെ പറഞ്ഞൊക്കെ പല രീതിയിൽ. എന്നാൽ തിരുവചനം പറയുന്നത്, നിന്റെ കൂടെ ഉള്ള ഒരു വ്യക്തിയെ നിനക്ക് താഴ്ത്തുന്ന സ്വഭാവമുണ്ടെങ്കിൽ നാം വേദനിപ്പിക്കുന്ന ചില സത്യങ്ങളിലേക്ക് കയറുകയാണോ ഇന്ന് എന്നെനിക്കൊരു സംശയം. എന്നാൽ കൂടെയുള്ള ഒരു വ്യക്തിയെ എനിക്ക് താഴ്ത്തുകയോ പരിഹസിക്കുകയോ കുറഞ്ഞ വ്യക്തിയായിട്ട് കാണുകയോ ചെയ്യുന്ന സ്വഭാവം എനിക്കുണ്ടെങ്കിൽ തിരുവചനം പറയുന്നത് ദൈവവും അങ്ങനെയുള്ളവരെ പരിഹസിക്കുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ എളിയവർക്കോ അവൻ കൃപ നൽകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ താഴ്മപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയുണ്ടോ, അവനെ കാണുമ്പം ദൈവത്തിനൊരു താല്പര്യം, ഇവൻ ഇത്രയും ശക്തി പോരാ, ഇവന് ഞാൻ എൻ്റെ ദൈവകൃപയും കൂടെ കൊടുത്ത് ഞാൻ അവരെ ബലപ്പെടുത്താനായിട്ട് പോവുക. ഹല്ലേലൂയ. ഇതിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ദൈവത്തിൻ്റെ കൃപ എൻ്റെ ജീവിതത്തിൽ ബലപ്പെടുന്ന പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ പറയുന്നൊരു ഭാഗമുണ്ട്. അതായത്, ഞാൻ ഇനിയും ബലഹീനതയിൽ ഞാൻ പ്രയാസപ്പെടുന്നില്ല, കാരണം ഇനി അത് ദൈവത്തിൻ്റെ ശക്തി എൻ്റെ മേൽ തികയാനുള്ള നല്ല അവസരമാണെന്ന് എനിക്ക് മനസ്സിലായെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അതുപോലെ ഹ്യൂമിലിറ്റി ഈസ് എ മാഗ്നറ്റ് ടു ഗോഡ്സ് അബണ്ടന്റ് ഗ്രേസ്. താഴ്മ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൃപയെ ആകർഷിക്കുന്ന ഒരു കാര്യമാണ്. ഇനിയും വാക്യങ്ങളുണ്ട് എവിടെ ഒരു വ്യക്തി താഴ്മപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ താഴ്മയെക്കുറിച്ച് പഠിക്കാൻ പോകുന്നത്. എൻ്റെ ജീവിതത്തിൽ ദൈവം എന്നെ വിളിച്ചിരിക്കുന്ന വിളിക്ക് എൻ്റെ ശക്തി പോരാ, എനിക്ക് ദൈവകൃപ ആവശ്യമാണ്, അനുദിനം എനിക്ക് ദൈവകൃപ ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ ദൈവം ആർക്കായി കൃപ നൽകുന്നതെന്നാണ് പറയുന്നത്? എളിയവർക്ക്, താഴ്മപ്പെട്ടവർക്ക്. എന്നാൽ വളരെ രസകരമായി, ജ്ഞാനമില്ലെന്ന് ചിന്തിക്കുന്നവരോട് എന്ത് ചെയ്യാനാ പറയുന്നത്? ചോദിക്കണമെന്ന് പറയുന്നുണ്ട്. താഴ്മപ്പെട്ടവരോട് ചോദിക്കാൻ പറയുന്നില്ല. ചോദിക്കുന്നതിന് കുഴപ്പമില്ല. താഴ്ത്തിയിരിക്കുന്നവനെ അല്ലെങ്കിൽ താഴ്മപ്പെട്ടിരിക്കുന്നവനെ കാണുമ്പോൾ ദൈവത്തിനൊരു താല്പര്യമാണ്. അവൻ എൻ്റെ മകനാ, അവനെ ഞാൻ അങ്ങ് പൊക്കാൻ പോവാ. ഹല്ലേലൂയ. ഹ്യൂമിലിറ്റി അട്രാക്ട്സ് ദ ഗ്രേസ് ഓഫ് ഗോഡ്. നിങ്ങളുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തിൻ്റെ ശക്തിയിൽ പ്രവർത്തിക്കണം, ദൈവത്തിൻ്റെ കൃപയിൽ ശുശ്രൂഷിക്കണം നാം വിശ്വസിക്കുന്നുവെങ്കിൽ നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഹൃദയത്തിൻ്റെ മനോഭാവം താഴ്മ ആയേ മതിയാകും. താഴ്മയെക്കുറിച്ച് നാം പഠിക്കാൻ പോകുക. പല വ്യക്തികൾക്കും താഴ്മപ്പെടാൻ ആഗ്രഹമില്ലായിട്ടല്ല, പേടിയായിട്ട്. ഫസ്റ്റ് താഴ്മപ്പെട്ട് കഴിഞ്ഞാൽ തല കയറി അങ്ങ് നിരങ്ങാൻ നിൽക്കുകയാണ് ഫസ്റ്റ്. ഈ പേടി കാരണം അവസാനം അഹങ്കാരിയായിട്ട് പോവുക.
പാസ്റ്റർ വേണ്ടിയിട്ടല്ല പാസ്റ്റർ, ഇങ്ങനെ പറഞ്ഞ് കഴിഞ്ഞപ്പം അങ്ങ് തിരിച്ചങ്ങ് പറഞ്ഞു പോയതാ പാസ്റ്റർ. എത്രയാന്ന് വിചാരിച്ചാൽ നമ്മൾ നന്നായിട്ട് നിൽക്കുന്നത്? അങ്ങ് തലയിൽ കയറി അങ്ങ് ഇരിക്കുക പാസ്റ്റർ. അങ്ങനെ സോ ഞാൻ മനസ്സിലാക്കുന്ന പല വ്യക്തികൾക്കും താഴ്മപ്പെടാൻ ആഗ്രഹമില്ല. താഴ്മ എന്ന് ചിന്തിക്കുമ്പോഴത്തേക്കും പലരും ചിന്തിക്കുന്നത്, അതായത് എനിക്കിനിയും ജീവിതത്തിൽ തെരഞ്ഞെടുപ്പുകളൊന്നും എടുക്കാൻ പറ്റില്ല, എല്ലാം അങ്ങ് വിട്ടു, കർത്താവ് ക്രൂശിച്ചതുപോലെ ഞാൻ അങ്ങോട്ട് വിട്ടുകൊടുത്തേക്കണമെന്നാ ചിന്തിച്ചു. കർത്താവിൻ്റെ വിളി ക്രൂശിക്കപ്പെടാനായിട്ടായിരുന്നു. അല്ലെങ്കിൽ താഴ്മപ്പെടുക എന്ന് പറയുന്നത് എനിക്കിനി തിരിച്ചൊന്നും പറയാൻ പറ്റില്ല, പറയുന്നതെല്ലാം അനുസരിക്കണം, അതാ താഴ്മ എന്നാ പലരും ചിന്തിക്കുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് കാണാൻ പോവുകയാണ്. താഴ്മ എന്ന് പറയുന്നതിനകത്ത് നാം തിരുവചനത്തിൽ നോക്കുമ്പോൾ ഇറ്റ് ഈസ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് ട്രൂത്ത്. സത്യവുമായിട്ട് വലിയ ബന്ധമാണ് താഴ്മയ്ക്കുള്ളത്. ഒരു നുണയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്തിട്ടോ അല്ല ആരുടെയെങ്കിലും താഴ്മ അകത്തു നിന്നോ വരേണ്ടത്, അല്ലെങ്കിൽ ആരെങ്കിലും താഴ്മപ്പെടുത്തി വെച്ചേണ്ടത്. ആരെങ്കിലും കാണുമ്പോഴത്തേക്ക് അയ്യോ പ്രൈസ് ദി ലോർഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ചിരി കണ്ട് 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 ഒത്തിരി കണ്ടതുകൊണ്ട് ഇതിന് ഇത് സത്യമാണോ എന്ന് ചിന്തിച്ച് പോകുന്നത് പോലെ നമുക്ക് തോന്നും. പുറമേ ഉള്ള ബാഹ്യപ്രകടനത്തിന് കുഴപ്പമില്ല, വി കൻ എക്സ്പ്രസ്. അത് മാത്രമല്ല താഴ്മ. അയ്യോ എന്ത് നല്ല സഹോദരൻ, എന്ത് പറയുന്ന കേൾക്കുന്ന പോലും ഇല്ല, എന്ത് മൃദുലമായിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും ഭർത്താവിൻ്റെ സൗണ്ട് കേൾക്കാനേ ഇല്ല. തിരിച്ചു വേണ്ടേ കേട്ടോ, അത് ജെൻഡർ സ്പെസിഫിക് വിഷയങ്ങളൊന്നും അല്ല ഇത്. താഴ്മ എന്ന് പറയുന്നത് നമ്മുടെ പുറമേ ഉള്ള പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. താഴ്മ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സത്യവുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണെന്ന് തിരുവചനത്തിൽ നാം മനസ്സിലാക്കാൻ പോവുകയാണ്. നാം ദൈവവുമായിട്ടുള്ള വ്യക്തിബന്ധത്തിലാണ് നാം താഴ്മപ്പെട്ട് 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 വരുന്നത്. ദൈവവുമായിട്ടുള്ള എൻ്റെ വ്യക്തിബന്ധം, ദൈവവുമായിട്ട് ഞാൻ എത്ര അധികം സമയം ചെലവഴിക്കുന്നോ അത്രയും ഞാൻ മനസ്സിലാക്കുക ഞാൻ എത്ര ചെറുതാ, എൻ്റെ ദൈവം എത്ര വലിയതാ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അവിടെ 2 ശമൂവേൽ 7:18 ദാവീദിനോട് ഇപ്രകാരം അരുളപ്പാടുണ്ടാവുകയാണ്. ദൈവത്തിന് വേണ്ടി ഒരു ആലയം പണിയണമെന്ന് പറയുമ്പോഴത്തേക്കും ദാവീദ് ചോദിക്കുക, കർത്താവായ യഹോവേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരാൻ ഞാൻ ആർ? എൻ്റെ ഗൃഹം എന്താകുന്നു എന്ന് ചോദിക്കുക. അതുകൊണ്ട് ഈ താഴ്മ എന്ന് പറയുന്നത് ആരെങ്കിലും പറയുന്ന കാര്യം എനിക്ക് തിരിച്ച് പ്രതികരിക്കാനൊന്നും പറ്റുന്നില്ല, അതുകൊണ്ട് മിണ്ടാതിരിക്കുക, അങ്ങനല്ല. ഹ്യൂമിലിറ്റി ഹെൽപ്സ് us to be in our place. താഴ്മ എന്ന് പറയുന്നത് ദൈവം ആരാണെന്ന് മനസ്സിലാക്കാൻ എന്നെ സഹായിക്കുന്നു, ഞാൻ ആരാണെന്ന് മനസ്സിലാക്കാൻ എന്നെ സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ കൂടെ ഉള്ളവരും ആരാണെന്ന് മനസ്സിലാക്കുവാൻ എന്നെ സഹായിക്കുന്ന സത്യത്തിൻ്റെ ഒരു മനോഭാവമാണ്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, ഈ താഴ്മ എന്ന് പറയുന്നത് സത്യത്തിൻ്റെ ഒരു മനോഭാവമാണെന്ന് പറഞ്ഞാട്ടെ. ആ വെളിപ്പാട് നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാകുകയാണ്, ഞാനല്ല എല്ലാത്തിൻ്റെ ഉത്തരം, ദൈവമാണ് എല്ലാത്തിൻ്റെയും ഉത്തരം. എന്നാൽ ദൈവം എനിക്ക് തന്നിരിക്കുന്ന ചില തിരഞ്ഞെടുപ്പുകൾ കൊണ്ട് എനിക്ക് ചില മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. മത്തായിയുടെ സുവിശേഷം 10:24-25 വാക്യങ്ങൾ യേശുക്രിസ്തു അപ്പോസ്തലന്മാരോട് പറയുക, നിങ്ങൾ വളർന്ന് എന്തോ വരെ ആകണമെന്ന് പറഞ്ഞു കൊടുക്കുക. അതായത് ശിഷ്യൻ ഗുരുവിന് മീതെ അല്ല, ദാസൻ യജമാനന് മീതെയുമല്ല. ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതി, യജമാനെ പോലെ ആകുന്നത് ദാസനും മതി. താഴ്മ എന്ന് പറയുന്നത് നാം എവിടെ ആയിരിക്കണം, എന്ത് ആയിരിക്കണം, എങ്ങനെ കീഴ്പ്പെടണം, എന്തിനു വേണ്ടി കീഴ്പ്പെടണം എന്നുള്ളതെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്ന ദൈവത്തിൻ്റെതായിട്ടുള്ള ഒരു സത്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള മനോഭാവമാണ്. കാരണം താഴ്മ ഇന്നതാണെന്ന് പറഞ്ഞ് തിരുവചനത്തിൽ ഞാനൊരു ഡെഫിനിഷൻ കാണുന്നില്ലാത്തത് കൊണ്ടാണ് നാം ഇങ്ങനെ പഠിക്കുന്നത്. എന്നോടൊപ്പമാണോ?
ഹ്യൂമിലിറ്റി ഈക്വൽസ് എന്ന് പറഞ്ഞ് തിരുവചനത്തിൽ ഞാൻ ഒരു വാക്യം കാണുന്നില്ല. അതുകൊണ്ട് എവിടെയെല്ലാം താഴ്മയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ, എന്തുവാ കർത്താവ് താഴ്മയുടെ മനോഭാവമായിട്ട് പറയുന്നു എന്നുള്ളത് നമ്മൾ ഒന്നിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിച്ചാട്ടെ. അടുത്തതായിട്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത്, അപ്പം നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത് താഴ്മ എന്ന് പറയുന്നത് ദൈവം ആഗ്രഹിക്കുന്ന എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു സൽഗുണമാണ്. രണ്ടാമതായിട്ട് താഴ്മ എൻ്റെ ചോയ്സാണ്. എനിക്ക് ദയ വേണോ, താഴ്മപ്പെടണോ, അഹങ്കരിക്കണോ, ഇതെല്ലാം ദൈവം തിരഞ്ഞെടുക്കാനുള്ള അനുഗ്രഹിക്കപ്പെട്ട അവകാശം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അത് നാം എടുക്കേണ്ട തീരുമാനമാണ്. കർത്താവ് വന്ന് എന്നെ താഴ്മപ്പെടുത്തണമേ എന്നൊന്നും പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഈ വാക്യങ്ങളെല്ലാം നമ്മൾ കാണുന്നത് തന്നെത്താൻ താഴ്മപ്പെടുത്തവനെ ദൈവം ഉയർത്തുമെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിച്ച താഴ്മയിൽ വളരാനായിട്ട്. അതിനുശേഷം ദൈവത്തിൻ്റെ മനോഭാവം നിഗളികളോടുള്ളത് കണ്ടു ദൈവം എതിർക്കും. താഴ്മയുള്ളവനെ കണ്ടാൽ ദൈവം ഉയർത്തും. അതുകൊണ്ട് നമ്മൾ താഴ്മയെക്കുറിച്ച് എങ്ങനെ താഴ്മപ്പെടാമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ്. ദൈവത്തെ അറിയുന്നതിൽ നിന്നാണ് ഞാൻ താഴ്മപ്പെടേണ്ടത്, അല്ലാതെ ഒരു മനുഷ്യൻ എന്നെ താത്തുമ്പോഴല്ല ഞാൻ താഴ്മപ്പെടേണ്ടത്. ഒരു സാഹചര്യം എന്നെ താഴ്ത്തുമ്പോഴല്ല ഞാൻ യഥാർത്ഥത്തിൽ താഴ്മപ്പെടേണ്ടത്. ദൈവത്തെ, ഒരുപക്ഷെ ചില സാഹചര്യങ്ങളോ ചില വ്യക്തികളോ ദൈവത്തെ അറിയാൻ കാരണമായേക്കാം. എന്നാൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ് എന്നെ താഴ്മപ്പെടാനായിട്ട് സഹായിക്കേണ്ടത്. അങ്ങനെയാണ് ദാവീദ് താഴ്മപ്പെടാൻ നാം കാണുന്നു. ഇനിയും ഈ താഴ്മയുമായിട്ട് ദൈവം കണക്ട് ചെയ്തിരിക്കുന്ന ചില ചിന്തകൾ നമ്മൾ കാണാൻ പോകാം. 2 ദിനവൃത്താന്തം 7:13 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നാം പ്രാർത്ഥനാ സമയങ്ങളിൽ പലപ്പോഴും ഉപയോഗിക്കുന്ന വാക്യമാണ്. 2 ദിനവൃത്താന്തം 7:13 മുതൽ 14 വരെ. മഴ പെയ്യാതിരിക്കേണ്ടതിന് ഞാൻ ആകാശം അടയ്ക്കുകയോ ദേശത്തെ തിന്നുമുടിക്കേണ്ടതിന് വെട്ടുക്കിളിയോട് കൽപ്പിക്കുകയോ എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ മഹാമാരി വരുത്തുകയോ ചെയ്താൽ എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. അപ്പോൾ ഇവിടെ ദൈവജനത്തെക്കുറിച്ചുള്ള ചില കാര്യമായി വചനം പറയുന്നത്, അവിടെ പറയുന്നത് എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി. അതിൻ്റെ അർത്ഥം എൻ്റെ ജനം ഇപ്പം താഴ്ത്തിയിട്ടില്ല. അവരെ എൻ്റെ പേരൊക്കെ വിളിക്കുന്നുണ്ട്, എൻ്റെ കൂട്ടമ്മ എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അവർ തങ്ങളെ തന്നെ താഴ്ത്തിയിട്ടില്ല. താഴ്ത്തി കഴിയുമ്പോൾ ഉള്ള ചില അടയാളങ്ങൾ എന്താണെന്നാ പറയുന്നത്? താഴ്ത്തി കഴിയുമ്പം പ്രാർത്ഥിക്കും. താഴ്ത്തി പ്രാർത്ഥിച്ചെന്നാ പറയുന്നത്. ദ ഹംബിൾ പ്രൈസ്. താഴ്മയുള്ളവരുടെ, തിരുവചന പ്രകാരം താഴ്മയുള്ളവരുടെ ഒരു പ്രധാനപ്പെട്ട അടയാളമാണ് അവർ പ്രാർത്ഥിക്കും. കാരണം എന്താ? അവരുടെ താഴ്മയിൽ നിന്ന് നാം ഇനിയും ഒരു വാക്യത്തിൽ കാണുമ്പോൾ മനസ്സിലാകും, താഴ്മയുള്ളവരുടെ പക്കൽ ജ്ഞാനമുണ്ടെന്നാണ് തിരുവചനം പറയുന്നു. നാം ആ വാക്യം കാണാൻ പോവുകയാണ്. താഴ്മയുള്ളപ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മളിലേക്ക് വന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവവുമായിട്ടുള്ള ബന്ധവും ഇല്ലാതെ എനിക്ക് മുന്നേറുവാൻ കഴിയുകയില്ല. ദൈവം വിളിച്ചിരിക്കുന്ന കാര്യങ്ങളിലേക്ക് എനിക്ക് പ്രവേശിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലാതെ കഴിയുകയില്ല, ദൈവവുമായിട്ടുള്ള ബന്ധമില്ലാതെ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ താഴ്മയുള്ളവൻ പ്രാർത്ഥിക്കുന്നവനായിരിക്കും. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, താഴ്മയുള്ളവർ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞാട്ടെ. പ്രാർത്ഥിച്ചിട്ട് അവരെന്താ ചെയ്യുന്നത്? അവരുടെ കാര്യം അന്വേഷിക്കുന്നല്ല പറയുന്നത്, തിരുമുഖം അന്വേഷിക്കുമെന്നാണ് പറയുന്നത്. അവർ തങ്ങളെ തന്നെ താഴ്ത്തി എൻ്റെ മുഖം അന്വേഷിച്ച് അവർ പ്രാർത്ഥിക്കുന്നത് ദൈവവുമായിട്ടുള്ള യഥാർത്ഥത്തിലുള്ള ഒരു വ്യക്തിബന്ധത്തിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. അങ്ങനെ നാം ദൈവവുമായിട്ടുള്ള വ്യക്തിബന്ധത്തിൽ വളരുമ്പോഴാണ് നാം താഴ്മയിലും വളരുന്നത്. നാം നമ്മുടെ ജീവിതത്തെ തന്നെ ഒന്ന് അവലോകനം ചെയ്താൽ മതി. ഈ പലപ്പോഴും ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ഏത് സഭയുടെ കാറ്റഗറി ഏതാണെന്നും പറയാൻ തന്നെ പ്രയാസം. അതുപോലെ ഇഷ്ടം പോലെ ഡിനോമിനേഷൻസ് ഉണ്ട് അല്ലേ? എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്, നമ്മുടെ വിശ്വാസത്തിൽ ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധമില്ല എങ്കിൽ പൊതുവായിട്ട് മറ്റെല്ലാത്തിനെയും റിലിജൻ എന്ന് വിളിക്കാം. ഇറ്റ് ഈസ് റിലേഷൻഷിപ്പ് ദാറ്റ് ഡിഫേഴ്സ് അസ് ഫ്രം റിലിജൻ.
ദൈവവുമായിട്ടുള്ള വ്യക്തിബന്ധമാ ഇത് വെറും ഒരു ആചാരമാണോ, അല്ലെങ്കിൽ ഇത് വെറും ഒരു ദൈനംദിന പ്രക്രിയയാണോ, അല്ലെങ്കിൽ ഒരു മതമാണോ, അല്ലെങ്കിൽ ആചാരമാണോ എന്നുള്ള രീതിയിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഇവിടെ തിരുവചനം പറയാം, നിങ്ങൾ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിക്കും. താഴ്മയുള്ളവർ തിരുമുഖം അന്വേഷിക്കുന്നവരായിരിക്കും. ഒരാളുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താ മനസ്സിലാവുന്നത്? ഒരാളുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്ത് മനസ്സിലാവും? മേക്കപ്പ് ഇട്ടിട്ടുണ്ടോ മനസ്സിലാവും, അത് എനിക്ക് മനസ്സിലാവും. അതല്ലാതെ അവർ സന്തോഷമാണോ, എങ്ങനെ ഇരിക്കുന്നു, അല്ലേ? ഞാൻ വിശ്വസിക്കുന്നു ദൈവവുമായിട്ട് നാം അടുത്തടുത്ത് വരുമ്പം കർത്താവിൻ്റെ മുഖത്ത് പുഞ്ചിരി ഉണ്ടോ എന്നറിയാൻ നമുക്ക് ഏറെ താല്പര്യം ഉണ്ടാവും. ഹല്ലേലൂയ. വാട്ട് ക്യാൻ ഐ ഡു ടു മേക്ക് മൈ ലോർഡ് ഹാപ്പി? കർത്താവിന് സന്തോഷം ഇല്ല എന്നുള്ളതല്ല ഞാൻ ഈ പറയാൻ വരുന്നത്. കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ പരിപൂർണമായിട്ടുള്ള സന്തോഷം ഉണ്ടെങ്കിൽ കർത്താവിന് സന്തോഷമുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ഭാരത്തെ സംബന്ധിച്ച് എനിക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും നാം തിരുമുഖം അന്വേഷിക്കുമ്പോഴാണ്. കർത്താവിൻ്റെ കരം അന്വേഷിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് എന്നാ ഉണ്ടെന്ന് മാത്രമേ നോക്കത്തുള്ളൂ. എന്തോ ഉണ്ട്, കാറുണ്ട്, പിടിച്ചെടുക്കുക. ഞാൻ കരം നോക്കുമ്പോഴത്തേക്കും ആ കരം കൊണ്ട് എനിക്ക് വല്ല ഗുണവും ഉണ്ടോ എന്നുള്ളത് മാത്രമേ നോക്കത്തുള്ളൂ. നല്ല വലിയ കരമാണ്, മിനിമം ഒന്നുമില്ല, എന്നാലൊരു ഷെയ്ഡായിട്ടെങ്കിലും ഇരിക്കട്ടെ. കർത്താവേ എന്നെ കവർ ചെയ്യണേ കർത്താവേ, ഒരു കുഴപ്പമില്ല. പക്ഷെ അത് മാത്രമല്ല, ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരം നമ്മുടെ മേൽ വയ്ക്കും. ഹല്ലേലൂയ. തിരുവചനം പറയുന്നത് താഴ്മയുള്ളവർ ദൈവത്തിൻ്റെ മുഖത്തെ അന്വേഷിക്കും, അത് കഴിഞ്ഞ് തങ്ങളുടെ ദുർമാർഗത്തെ വിട്ടു തിരിയുമെങ്കിൽ. അപ്പൊ ഈ വാക്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ ജനം ദൈവത്തിൻ്റെ നാമം എടുത്തു, ദൈവത്തിൻ്റെ ജനം എന്നൊക്കെയുള്ള പേരൊക്കെ ഉണ്ട്, പക്ഷേ ദുർമാർഗം വിട്ടു തിരിഞ്ഞിട്ടില്ല. ഇത് വളരെ നിർബന്ധമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയേണ്ട ഒരു കാര്യമാണ്. അതായത് ഞാൻ കർത്താവിൻ്റെ നാമം ധരിച്ച് ഞാനൊരു വിശ്വാസിയായിട്ട് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ എനിക്ക് ലോകത്തെ പോലെ ആകാൻ കഴിയുകയില്ല. അങ്ങനാണെങ്കിൽ എന്നെ ഇനി ചവിട്ടി മെതിക്കാനല്ലാതെ ഒന്നിനും കൊള്ളത്തില്ലെന്നാണ് തിരുവചനം പറയുന്നത്. കാരണം ഞാൻ ലോകത്തിൻ്റെ ഉപ്പാകുന്നു എന്നാണ് പറയുന്നത്. അന്ധകാരമായിരിക്കുന്ന ലോകത്തിലേക്ക് ഞാൻ വെളിച്ചമായിട്ട് പോകണമെന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് ലോകത്തിൻ്റെ സ്വഭാവം ഉണ്ടാകാൻ കഴിയുകയില്ല. അയ്യോ, ലോകത്തിൻ്റെ സ്വഭാവം എന്ന് പറയുമ്പോൾ TV വെക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. ഇതെല്ലാം നമ്മൾ എങ്ങനെ നാം മനസ്സിലാക്കും, സത്യത്തെ ദൈവത്തിൻ്റെ പക്കൽ നിന്നുള്ള സത്യം നാം അറിയുന്നെങ്കിൽ അത് നമ്മളെ സ്വതന്ത്രരാക്കും. ഹല്ലേലൂയ. നമുക്ക് ലോകത്തിൻ്റെ പ്രവണതകളോ ലോകത്തിൻ്റെ സ്വഭാവമോ ലോകത്തിൻ്റെ ആസക്തികളോ നമുക്കതിന് അടിപ്പെടാനായിട്ട് കഴിയുകയില്ല, അല്ലെങ്കിൽ പാടില്ല. അതിനുവേണ്ടി അല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആരും തികഞ്ഞവരാണെന്നല്ല പറയുന്നത്. എന്നാൽ നമ്മുടെ അകത്ത് ഒരു പ്രത്യേക ആഗ്രഹം ഉണ്ടായിരിക്കണം. എൻ്റെ കർത്താവിന് വേണ്ടിയാണ് ഞാൻ ഈ ജീവിക്കുന്നതെങ്കിൽ ഇതിൽ നിന്ന് ഞാൻ പുറത്ത് വരണം. ലോകത്തിൻ്റെ പ്രവണതകളിൽ നിന്ന് ഞാൻ പുറത്ത് വരണം. ഞാൻ വെളിച്ചമാകുന്നു, ഞാൻ ഈ ലോകത്തിൻ്റെ ഉപ്പാകുന്നു. ഞാൻ മലിനപ്പെട്ടു പോയി കഴിഞ്ഞാൽ എങ്ങനെയാ പിന്നെ ഈ ലോകത്തിന് രക്ഷപ്പെടുവാനായിട്ടുള്ള ഒരു സാധ്യതയുള്ളത്? തിരുവചനം പറയുന്നത് നാം താഴ്മയുണ്ടായി നാം ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ, അങ്ങനെയെങ്കിൽ അവിടെ വലിയ സൗഖ്യം സംഭവിക്കുമെന്നാണ് പറയുന്നത്. ഈ വാക്യത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ഹ്യൂമിലിറ്റി ഈസ് കണക്റ്റഡ് ടു സബ്മിറ്റിംഗ് ടു ഗോഡ് ആൻഡ് ഹിസ് വേസ്. താഴ്മയുള്ളവർ ദൈവത്തെയും ദൈവത്തിൻ്റെ വഴികളെയും മാനിക്കുന്നവരായിരിക്കും. ഹല്ലേലൂയ. അപ്പം അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ? താഴ്മയെന്ന് പറഞ്ഞാൽ അയ്യോ ഞാൻ ഒന്നുമല്ല എന്ന് പറയുന്നത് അത് ശരിയായിട്ടുള്ള താഴ്മയല്ല. തിരുവചനം പറയുന്നത് നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്നാണ് പറയുന്നത്. ചിലർ ചിന്തിച്ചിരിക്കുന്നത് താഴ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്നുമല്ല, ഇതിൻ്റെയും താഴെ കുഴിച്ച് അതിൻ്റെയും താഴെ പോയി
ഇവിടെ എത്ര മാതാപിതാക്കളുണ്ട് എന്ന് പറഞ്ഞാട്ടെ? എത്ര സന്തോഷമായിരിക്കും നിങ്ങളുടെ മക്കൾ പറയാം, അയ്യോ ഞാൻ ഒന്നുമല്ല, പുഴുവാ, കൃമിയാ, വരയാ, അതിലും താഴെ എന്താ മൈക്രോ ഓർഗാനിസമാ, ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓ എന്തൊരു അഭിമാനമായിരിക്കും. ദേ എൻ്റെ മകൻ വര. പരിചയപ്പെടുത്തി കൊടുക്കുമ്പോഴൊക്കെ ഇന്നലെ വന്നതേ ഉള്ളൂ, വരയാ. തിരുവചനം താഴ്മയെക്കുറിച്ച് അങ്ങനെ അല്ല പറയുന്നു. ഹല്ലേലൂയ. തിരുവചനം പറയുന്നത്, അല്ലെങ്കിൽ ഈ വാക്യത്തിലൂടെ ദൈവം ഹ്യൂമിലിറ്റിയുമായിട്ട് അല്ലെങ്കിൽ താഴ്മയുമായിട്ട് കണക്ട് ചെയ്യുന്ന സംബഡി ഹു അപ്രൂവ്സ് ഗോഡ്, ദൈവവുമായിട്ട് കീഴ്പ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയും ദൈവത്തിൻ്റെ വഴിയെ മാനിക്കുന്ന ഒരു വ്യക്തിയെയും ദൈവം താഴ്മയുള്ളവനെന്ന് വിളിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സദൃശവാക്യങ്ങൾ 11:2 പറയുന്നത്, അഹങ്കാരം വരുമ്പോൾ ലജ്ജയും വരുന്നു, താഴ്മയുള്ളവരുടെ പക്കലോ ജ്ഞാനമുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. അഹങ്കാരം വരുമ്പോൾ ലജ്ജയും വരുന്നു, താഴ്മയുള്ളവരുടെ പക്കലോ ജ്ഞാനമുണ്ട്. നാം താഴ്മപ്പെട്ടിരിക്കുമ്പോൾ ദൈവത്തെയും നമ്മളെ തന്നെയും മറ്റുള്ളവരെയും അതാത് സ്ഥാനത്ത് നാം നിർത്തുമ്പോൾ, അല്ലെങ്കിൽ ആ രീതിയിൽ നാം കണ്ടു തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മളിലേക്ക് ഒഴുകും എന്ന തിരുവചനത്തിലൂടെ നാം കാണുകയാണ്. അലക്സാണ്ടർ പോപ്പ് ഇപ്രകാരം ഒരു ഫ്രേസ് അദ്ദേഹം പറഞ്ഞു, ഫൂൾസ് റഷ് ഇൻ വേർ ദി ഏഞ്ചൽസ് ഫിയർ ടു ട്രെഡ്. അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത്, അഹങ്കാരികൾ അല്ലെങ്കിൽ മണ്ടന്മാരായിട്ടുള്ള ആൾക്കാർ, ജ്ഞാനികൾ ചിന്തിച്ച് പ്രവേശിക്കണ്ടെന്ന് തീരുമാനിക്കുന്ന എത്രയോ സ്ഥലങ്ങളിൽ അങ്ങ് പോവും, ഒന്നും ആലോചിക്കാതെ. താഴ്മയിൽ ദൈവത്തിൻ്റെതായിട്ടുള്ള ജ്ഞാനമുണ്ട്. താഴ്മപ്പെടുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ അഭിപ്രായം, ദൈവത്തിൻ്റെ സത്യം എന്താണെന്ന് നാം മനസ്സിലാക്കുന്നു, മറ്റു വ്യക്തികളെ ഏത് സ്ഥാനത്തായിരിക്കുന്നു എന്ന് മനസ്സിലാകുന്നു, ഞാൻ ആരാകുന്നു മനസ്സിലാകുന്നു. അതുപോലെ തന്നെ ആയിരിക്കും നാം താഴ്മപ്പെടുമ്പോൾ ആരുടെ വാക്കിന് ഞാൻ അധികം വില കൽപ്പിക്കുന്നു എന്നുള്ളതും എൻ്റെ താഴ്മയെ ആസ്പദമാക്കിയിരിക്കും. ഒരു വ്യക്തി എന്നോട് ഒരു സമയത്ത് പറയുകയായിരുന്നു, അതായത് നീ ഇത് ചെയ്യത്തൊന്നുമില്ല. ആ വ്യക്തി ആരാണ്, എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല, ഞാനൊരു ഉദാഹരണം പറയുമായിരുന്നു. നീ ഇത് ചെയ്യത്തൊന്നുമില്ല, നീ തീർക്കത്തൊന്നുമില്ല, നിനക്ക് അങ്ങനെയുള്ള കഴിവൊന്നും ഇല്ലല്ലോ. അപ്പം ഞാൻ ഒരു നിമിഷം ഒന്ന് ഞെട്ടിപ്പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓർക്കാൻ ചെറുപ്പം തൊട്ടേ വലിയ കുഴപ്പമില്ല, ദൈവം സഹായിച്ച് പഠിക്കുന്നുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ കളിക്കുന്നുണ്ട്. ഈ ഒത്തിരി അഹങ്കരിച്ചിട്ടുള്ളെങ്കിലേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒന്നും കൊള്ളത്തില്ല എന്നുള്ളത് ഈ അടുത്ത് വന്ന ഒരു കമൻറ്റ് പോലെയാണ് കേട്ടത്. അപ്പം ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്നപ്പോഴത്തേക്കും കർത്താവ് പറഞ്ഞു, ഞാനാ നിന്നെ ഇതിനകത്തോട്ട് വിളിക്കുന്നത്, നീ കയറ്. ദൈവം പറഞ്ഞതുപോലെ ദൈവത്തെയും ദൈവത്തിൻ്റെ വാക്കിനെയും നമുക്ക് വിശ്വസിക്കാൻ കഴിയും. ആ വ്യക്തിയുടെ അഭിപ്രായത്തെ ഞാനൊരു അഭിപ്രായമാക്കി വെക്കുകയും ദൈവത്തിൻ്റെ വചനത്തെ ഞാനൊരു സത്യമായിട്ട് വെക്കുകയും ചെയ്തു. നിങ്ങളിത് കാണുന്നുണ്ടോ? ഇതിൻ്റെ ഓർഡർ മാറിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഇന്ന് പല വ്യക്തികളും അവരുടെ ജീവിതത്തിൽ സ്റ്റക്കായി നിൽക്കുക. അയ്യോ, അയാൾ പറഞ്ഞു ഐ എം ഗുഡ് ഫോർ നത്തിങ്. ഒരുപക്ഷെ ചില വ്യക്തികളുടെ വാക്കുകൾ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസം വന്നിട്ടുണ്ടാകാം. എന്നാൽ ദൈവം നിങ്ങളുടെ മേലുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ മേലുണ്ടെങ്കിൽ, നിങ്ങൾ താഴ്മപ്പെട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവത്തിനായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ വാക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറയാമോ, താഴ്മപ്പെടുന്നവരുടെ മേൽ അവസാനത്തെ വാക്ക് ദൈവത്തിനാന്ന് പറയാമോ? അപ്പം താഴ്മപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? സകല ജ്ഞാനവും, എന്നെ ശ്രദ്ധിച്ച് കേൾക്കണമേ, ഇനി ഞാൻ താഴ്മപ്പെടുന്ന ചില സ്വഭാവങ്ങളിലേക്ക് അല്ലെങ്കിൽ താഴ്മയുള്ളവരുടെ ചില ട്രെയ്റ്റ്സ്, ചില സ്വഭാവങ്ങളിലേക്ക് പോവുകയാണ്. താഴ്മപ്പെടുന്നവർ മനസ്സിലാക്കുന്നത് എന്തുവാണ്? സകല ജ്ഞാനവും ദൈവത്തിനും. എനിക്ക് ദൈവം പകർന്നിരിക്കുന്ന കുറച്ച് ജ്ഞാനമുണ്ട്. എൻ്റെ ചുറ്റുമുള്ള മറ്റ് വ്യക്തികൾക്ക് ദൈവം അവർക്ക് പകർന്നിരിക്കുന്ന കുറച്ച് ജ്ഞാനമുണ്ട്. അതുകൊണ്ട് താഴ്മയുള്ളവർ പൊതുവെ ശ്രദ്ധിക്കുന്നവരായിരിക്കും.
താങ്കൾക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിക്കുന്നവരായിരിക്കും. എനിക്ക് മനസ്സിലായതനുസരിച്ച് ഇതിങ്ങനെയാ എന്ന് പറയുന്നു. കാരണം എന്താ? താഴ്മയുള്ളവർക്കറിയാം, ഐ ആം നോട്ട് ദി ഓൾ നോയിങ് വൺ. അത് കർത്താവാണ്. ഞാൻ എല്ലാം അറിയുന്ന ആളായിട്ട് ഞാൻ ഒരു ഉത്തരമാകാൻ ശ്രമിക്കുന്നില്ല. എന്നാൽ കർത്താവ് പകർന്നു തന്നിരിക്കുന്നതിൽ നിന്ന് ഞാൻ ഒരു അനുഗ്രഹമാകാനായിട്ടാണ് ശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ മനസ്സിലാക്കുക, ദൈവം എനിക്ക് പകർന്നതുപോലെ എൻ്റെ ചുറ്റുമുള്ളവർക്കും ദൈവം പകർന്നുണ്ടാകാം. അത് ഞാൻ ശ്രദ്ധിച്ച് മനസ്സിലാക്കട്ടെ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആൾ പറയാം, നമുക്ക് അന്യോന്യം ശ്രദ്ധിക്കാം എന്ന് പറഞ്ഞാട്ടെ. അപ്പൊ ദൈവത്തിൽ നിന്ന് കേൾക്കുകയും എനിക്കുള്ള അറിവ് ഞാൻ ഉപയോഗിക്കുകയും മറ്റുള്ള വ്യക്തികളിൽ നിന്ന് ശ്രദ്ധിച്ച് അത് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ താഴ്മയുള്ളവരുടെ അകത്തുള്ള ആ ജ്ഞാനം കാരണം അവർ നല്ല തീരുമാനങ്ങൾ എടുക്കുന്നവരായിരിക്കും. ഹല്ലേലൂയ. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാവുന്നൊരു കാര്യം, പീപ്പിൾ ഹു ആർ ഹംബിൾ, അവർ നേതൃത്വത്തിലും വളരുന്നവരായിരിക്കും. ദേ ആർ നോൺ ഫോർ ദെയർ ഇൻഫോംഡ് ഡിസിഷൻ, നോട്ട് ഇമ്പൾസീവ് ഡിസിഷൻ. പൊടുന്നനെയുള്ള ക്ഷിപ്രകോപി അല്ല, അല്ലെങ്കിൽ പൊടുന്നനെയുള്ള തീരുമാനങ്ങളല്ല. അവർ ചിന്തിച്ച് മനസ്സിലാക്കി അളന്ന് ശ്രദ്ധിച്ച് അവർ തീരുമാനങ്ങളെടുക്കും. അങ്ങനെയുള്ളവർ ജീവിതത്തിൽ മുന്നേറുകയും ചെയ്യും. ഇനിയും ഈ താഴ്മയെക്കുറിച്ചുള്ള ചില മനോഭാവങ്ങളെക്കുറിച്ച് കർത്താവ് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ നാം നോക്കാൻ പോവുകയാണ്. അതായത് ലൂക്കോസിന്റെ സുവിശേഷം 14:7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ രണ്ട് വേദഭാഗങ്ങൾ ഇനിയും നോക്കാൻ പോകുക. ഈ രണ്ട് ഭാഗങ്ങളുടെയും ലാസ്റ്റ് ലൈൻ സെയിം ആണ്. എന്താണ്? തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും, തന്നെത്താൻ ഉയർത്തുന്നവനെ താഴ്ത്തും. അപ്പം എങ്ങനെയൊക്കെ ഉയർത്താൻ പാടില്ല, എങ്ങനെയൊക്കെ ഉയർത്താൻ പാടും നമ്മൾ നോക്കാൻ പോവാണേ. അപ്പം ലൂക്കോസ് 14:7 മുതൽ 11 വരെ. ക്ഷണിക്കപ്പെട്ടവർ മുഖ്യാസനങ്ങളെ തിരഞ്ഞെടുക്കുന്നത് കണ്ടിട്ട് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു. ഒരുത്തൻ തന്നെ കല്യാണത്തിന് വിളിച്ചാൽ മുഖ്യാസനത്തിൽ ഇരിക്കരുത്, പക്ഷേ നിന്നിലും മാനമേറിയവനെ അവന് വിളിച്ചിരിക്കാം. പിന്നെ നിന്നെയും അവനെയും ക്ഷണിച്ചവൻ വന്ന് ഇവൻ ഇടം കൊടുക്കുക എന്ന് നിന്നോട് പറയുമ്പോൾ നീ നാണത്തോടെ ഒടുക്കത്തെ സ്ഥലത്ത് പോയി ഇരിക്കേണ്ടി വരും. നിന്നെ വിളിച്ചാൽ ചെന്ന് ഒടുക്കത്തെ സ്ഥലത്തിരിക്കുക. നിന്നെ ക്ഷണിച്ചവൻ വരുമ്പോൾ നിന്നോട് സ്നേഹിത മുൻപോട്ട് വന്ന് ഇരിക്കുക എന്ന് പറവാൻ ഇടവരട്ടെ. അപ്പോൾ പന്തിയിൽ ഇരിക്കുന്നവരുടെ മുമ്പിൽ നിനക്ക് മാനമുണ്ടാകും. തന്നെത്താൻ ഉയർത്തുന്നവൻ എല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ എല്ലാം ഉയർത്തപ്പെടും. The Lord is clearly telling us here, promotion shouldn't come from you. ഞാൻ നിങ്ങളുടെ ബിസിനസിൻ്റെ കാര്യമല്ല പറഞ്ഞത്. ഓക്കെ, അതിലാവശ്യമുള്ള പ്രൊമോഷനൊക്കെ ചെയ്തോളാം, അതിൻ്റെ കാര്യമല്ല പറഞ്ഞ്. നാം തന്നെ ഞാൻ മുഖ്യാസനം തിരഞ്ഞെടുക്കുന്നവനാകുന്ന രീതിയിൽ നിന്ന് മാറണമെന്ന് തിരുവചനം പറയുന്നു. അയ്യോ, നാളെ ഇനിയൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആൾക്കാർ വന്ന് നിങ്ങളോട് ഇരിക്കാൻ പറയും. ഇല്ല, ഞാൻ ഇരിക്കില്ല, ഇന്നലെ സർമൺ കേട്ടതേ ഉള്ളൂ. അതല്ല, അവിടെ കുറേ ഇരിപ്പിടങ്ങളുണ്ടെങ്കിൽ ഇരിക്കാണ്. ഇത് വളരെ നടക്കുന്ന ഒരു കൾച്ചർ ആയതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. നമ്മളൊരു പക്ഷെ ചിന്തിക്കുന്നുണ്ടാവും, അയ്യോ അങ്ങനെ ആരെങ്കിലും ഇരിക്കുമോ? അങ്ങനെ ഒത്തിരി പേരിരിക്കും. അപ്പൊ തിരുവചനം പറയുന്നത്, നാം നമ്മെ തന്നെ മുൻപിൽ പൊസിഷൻ ചെയ്യുന്നവരാകരുത്. ദൈവം നമ്മളെ നമ്മുടെ ഉയർച്ചയ്ക്ക് കാരണമാകട്ടെ. ഇവിടെ പറയുന്നത്, അവിടെ ഉത്തരവാദപ്പെട്ട ആൾക്കാർ നിങ്ങളോട് വന്ന് മുന്നോട്ടിരിക്കാൻ പറയട്ടെ എന്നാ പറയുന്നത്. സോ ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഇസ്, ഒന്ന്, എൻ്റെ പ്രോമിനൻസ്, അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരെക്കാൾ എൻ്റെ മാനത്തിൻ്റെ കാര്യത്തിൽ മറ്റുള്ളവരുടെ മുമ്പാകെ വിളങ്ങേണ്ടതിന് ഞാൻ മുഖ്യമായിട്ടുള്ള സ്ഥാനങ്ങളെ ഇരിക്കരുതെന്നുള്ളതല്ല വിഷയം. എൻ്റെ ഹൃദയത്തിൽ ഇതിനു വേണ്ടി അല്ല ഞാൻ അന്വേഷിക്കുന്നത്. അത് താഴ്മയുടെ ഭാഗമായിരിക്കണം തിരുവചനം പറയുന്നു. മത്തായിയുടെ സുവിശേഷം 5:3 പറയുന്നത്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ള. എന്തുവാ ഈ ആത്മാവിൽ ദരിദ്രരാകും? കാരണം നമ്മൾ വേറെ ഭാഗത്ത് കേൾക്കുന്നതെല്ലാം ആത്മാവിൽ ബലപ്പെടണം, ആത്മാവ് വർദ്ധിക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ഈരടികളിൽ പറയുന്നത് എന്താണ്? അതായത് ആത്മാവിൽ ദരിദ്രരാകണം. ഇതെങ്ങനെ രണ്ടും കൂടെ എങ്ങനെയാ ചേർന്നു പോകുന്നത്? അപ്പൊ ഇവിടെ ഈ വാക്യത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഹൃദയത്തിൽ താഴ്മയുള്ളവൻ അറിയാം, അതായത് എൻ്റെ ആത്മീയമായിട്ടുള്ള ഒരു വർധനവിന് എനിക്കൊന്നുമില്ല കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട്. എനിക്ക് കർത്താവ് തരുന്നതല്ലാതെ മറ്റൊന്നും സ്വന്തമായിട്ടില്ല. അതുകൊണ്ടാണ് എൻ്റെ ആത്മാവിൽ
എൻ്റെ കഴിവിൽ ഞാൻ ദരിദ്രനാണ്, എനിക്ക് കർത്താവ് ഉണ്ടായേ മതിയാകൂ, എനിക്ക് ദൈവം തരുന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെ കർത്താവിനെ ആശ്രയിക്കുന്നവർക്ക് സ്വർഗരാജ്യം നൽകപ്പെടുമെന്ന് ഈ വാക്യം പറയുന്നു. ഇതിനോട് ചേർന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 18:9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിലും ഇത് ഒരു സഭയുടേതായിട്ടുള്ള പശ്ചാത്തലത്തിൽ വളരെ നിർണായകമായിട്ടുള്ള നാം നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കേണ്ട വാക്യങ്ങളാണ്. തങ്ങൾ നീതിമാന്മാർ എന്ന് ഉറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെക്കുറിച്ച് അവനൊരു ഉപമ പറഞ്ഞു തന്നാൽ, നമുക്കറിയുന്ന വേദഭാഗമാണ്. 2 മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദേവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലാകിയാൽ നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നവരൊക്കെയും പതാരം കൊടുക്കുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പം ഇതൊന്നും എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് ഇല്ലെന്ന് തോന്നുന്നു. ഇതെങ്ങനെയാണ് നമ്മുടെ രീതി പറയുന്നത്? കർത്താവേ, ഞാൻ ബോൺ അഗെയിനാണ്, ഞാൻ വളരെ നന്നായിട്ട് ശുശ്രൂഷിക്കുന്നു. കർത്താവ്, ഇവരൊന്നും ഇന്നലെ എങ്ങാണ്ട് വന്നതേ ഉള്ളൂ പള്ളിയിൽ, ഇതുവരെ സ്നാനപ്പെട്ടിട്ടില്ല, പിന്നെ ഇച്ചിരി അഡിക്ഷൻസ് ഒക്കെ ഉണ്ട്, എനിക്കറിയാം, പറഞ്ഞില്ലേലും എനിക്കറിയാം, അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നുമില്ല, പിന്നെ വീട്ടിലാണേ പ്രശ്നമാണ്. ഞാൻ എൻ്റെ കണ്ടംപററി വേർഷൻ വായിച്ചതേ ഉള്ളൂ. ചുങ്കക്കാരന് ദൂരത്ത് നിന്ന് കൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചു. ദൈവം, ഈ പാപിയായ എന്നോട് കരുണ ഉണ്ടാകും. ചുങ്കക്കാരന് വേറെ യാതൊരു ഓപ്ഷനും ഇല്ല. ആത്മാവിൽ ദരിദ്രനാണ്. എന്നെയും കൊണ്ട് എൻ്റെ നീതിയും ഒക്കത്തില്ല, സ്വർഗത്തിൽ പോകാനും ഒക്കത്തില്ല, ഒരു ഗുണവും ഒക്കത്തില്ല എൻ്റെ കയ്യിലുള്ളത് കൊണ്ട്. അതുകൊണ്ട് കർത്താവെ, മാറത്തടിച്ച് പൂർണ്ണമായിട്ടും കർത്താവെ, എന്നെ സഹായിക്കണമേ. തിരുവചനം പറയുന്നത്, ഈ ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി, മറ്റവൻ അങ്ങനെ അല്ല. എന്നിട്ട് പറയുക, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തപ്പെടുന്നവനെല്ലാം ഉയർത്തപ്പെടും. നാം താഴ്മപ്പെട്ട് കർത്താവിൽ മുന്നേറുമ്പോൾ നാം താരതമ്യം ചെയ്യുന്നത് ഒഴിവാക്കും. ഹല്ലേലൂയ. നാം താരതമ്യം ചെയ്യുന്നത് ഒഴിവാക്കും. ഒരു ആപ്ലിക്കേഷൻ എക്സസൈസ് പോലെ എല്ലാവരും ജസ്റ്റ് ചുറ്റും ഒന്ന് നോക്കിക്കേ. പതുക്കെ നോക്കണേ, ഓരോരുത്തരായിട്ട് ഇങ്ങനെ പതുക്കെ ജസ്റ്റ് ഒന്ന് ചുറ്റും നോക്കണേ. നോക്കിയല്ലോ? ആരെങ്കിലും കാണുമ്പോഴത്തേക്കും അവർ അത്ര പോരാന്ന് തോന്നുന്നുണ്ടോ? ഈ പോരാന്ന് തോന്നുന്നതിന് 2 കാരണങ്ങളുണ്ട്. ഭയങ്കര ശക്തമായ ഒരു സത്യം ഞാൻ വിളിച്ച് പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു. ഈ പോരാന്ന് തോന്നുന്നതിന് 2 കാര്യമുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ അളവുകോല് തെറ്റാ. അതായത് നമ്മളിങ്ങനെ നോക്കിയപ്പോൾ അവരുടെ ആ ഡ്രസ്സ് ബ്രാൻഡഡ് അല്ല, അല്ലെങ്കിൽ മുഖത്തൊരു സന്തോഷത്തിൻ്റെ പരിപൂർണതയൊന്നുമില്ല, ആത്മീയമായിട്ട് പോരാ. അല്ലെങ്കിൽ 2 പേരും ആ ഭർത്താവും ഭാര്യയൊക്കെ അടുത്ത്, പക്ഷെ കൈയൊന്നും പിടിച്ചിട്ട് മാരേജിലൊക്കെ പോരാ. ഇങ്ങനെ നാനോ സെക്കൻഡിലാണ് നമ്മളിങ്ങനെ അളന്ന് ഇങ്ങനെ. AI ഒക്കെ എത്രയോ പുറകിലാണ്. നമ്മുടെ മൈൻഡിൻ്റെ അത്രയും സ്പീഡ് വേറെ ഒന്നിനുമില്ല. ശരിയായിട്ടില്ല. അങ്ങനെ ഇങ്ങനെ അളന്ന് പക്ഷെ നിർത്താൻ പറഞ്ഞുകൊണ്ട് ചിലരുടെ ബ്രെയിൻ ചിലരിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക, നോക്കി തീർന്നിട്ടില്ല. അപ്പോൾ ഒന്ന്, നമ്മുടെ അളവുകോൽ ശരിയല്ലാത്തത് കൊണ്ട് നമ്മൾ അതിനെ വെച്ചുകൊണ്ട് ഇങ്ങനെ അളന്നുകൊണ്ടിരിക്കുക. തിരുവചന പ്രകാരം ദൈവം കാണുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി അതുപോലെ നാം കാണണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ ചിന്താരീതികൾ തെറ്റാ. ബ്രാൻഡഡ് ഷർട്ടിനനുസരിച്ചല്ല ദൈവം നോക്കുന്നത്. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ അല്ല ദൈവം വിധിക്കുന്നത്. അത് ഒരു കാര്യം. 2ാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് താരതമ്യം ചെയ്യുന്നറിയാമോ? കാരണം ഈ താരതമ്യം ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം. അപ്പുറത്തെ വീട്ടിലെ കറണ്ട് പോയപ്പം എന്നാ ഇനി കംപ്ലൈൻറ്റ് ചെയ്യണ്ട, ഒരു കുഴപ്പമില്ല. ഫെലോഷിപ്പ് ഓഫ് ദ സഫറിങ്സ്, എല്ലാവരും ഉണ്ടല്ലോ. എന്നേക്കാൾ കുറഞ്ഞ എനിക്ക് എന്താ ഓൾട്ടോയേ ഉള്ളൂ, സൈക്കിൾ ഓടിക്കുന്ന 3-4 പേരെ കാണുമ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് കരങ്ങൾ ഉയർത്തി ദൈവത്തെ ആരാധിക്കാനായിട്ട്. പക്ഷെ ഞാൻ ഇപ്പുറത്ത് നോക്കിയപ്പോൾ BMW ആണ്, അപ്പോൾ എൻ്റെ കരം താന്നു.
താഴ്മപ്പെടുന്നവർ താരതമ്യം ചെയ്യുകയില്ല. ഇപ്പം ഞാൻ ചെയ്യാൻ പാടില്ലാത്തുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അതിപ്പോൾ പറയാൻ ആർക്ക് വേണമെങ്കിൽ പറ്റുമെന്ന് എനിക്കറിയാം. ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം, ഒന്ന്, ഞാൻ ദൈവത്തെ എത്ര അടുത്തറിയുന്നോ അത്രയും ഞാൻ താഴ്മപ്പെടും. രണ്ട്, ദൈവത്തിൻ്റെ സത്യം നമ്മൾ അറിയുമ്പോഴത്തേക്ക്, എന്താ ദൈവത്തിൻ്റെ സത്യം, എന്തുകൊണ്ടാണ് താരതമ്യം ചെയ്യില്ലെന്ന് പറയുന്നത്? നമ്മളിന്നായിരിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും ശരി, അത് ദൈവകൃപയാലാണ് ആയിരിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നില്ല ഇന്നൊരു പക്ഷേ ലോകത്തിലെ ഏറ്റവും ഒന്നാം നമ്പർ ആയിട്ടിരിക്കുന്ന പല വ്യക്തികളും അവരാ ഏറ്റവും കഴിവുള്ളവർ ഞാൻ വിചാരിക്കുന്നില്ല. ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന അവസരങ്ങൾ കാരണം. ഞാൻ പലപ്പോഴും ചിന്തിച്ചു, ദൈവം എനിക്ക് തന്നിരിക്കുന്ന അവസരങ്ങൾ ഒരുപക്ഷെ നിങ്ങളിൽ ചിലർക്ക് തന്നായിരുന്നെങ്കിൽ നിങ്ങൾ അതിനേക്കാൾ ഉപരി ചെയ്തേനെ. അതുപോലെ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം, നാം ഇന്ന് ആയിരിക്കുന്നത് ദൈവകൃപയാലായിരിക്കുന്നു. നമ്മുടെ കഴിവ് കൊണ്ടോ മറ്റൊന്നുകൊണ്ടുമല്ല. ഞാൻ വിശ്വസിക്കുന്നത് രക്ഷ പോലും ദൈവത്തിൻ്റെ കൃപയാൽ, കർത്താവിൻ്റെ കരുണയാൽ നല്ലൊരു തീരുമാനം എടുക്കാനുള്ള കർത്താവ് കൃപ ചെയ്യും, കണ്ണ് തുറന്നു തന്നു. എന്തുകൊണ്ടാണ് ഞാൻ ഇന്ന് അനേക വ്യക്തികളോട് സംസാരിക്കുന്നു, വ്യത്യസ്ത മത പശ്ചാത്തലത്തിലുള്ള ആൾക്കാർ, നല്ല ആൾക്കാരാണ്. എനിക്ക് വീണ്ടും പറയണമെന്നുണ്ട്, നല്ല ആൾക്കാരാ. കണ്ണൊന്നും തുറന്ന് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് നാം ആയിരിക്കുന്ന ദൈവകൃപയാലാണെങ്കിൽ ഞാൻ ഒരിക്കലും മറ്റുള്ളൊരു വ്യക്തിയെ ഞാൻ താരതമ്യം ചെയ്യുകയില്ല. അവര് അല്പം പോരാന്ന് തോന്നെങ്കിൽ അത് പരിഹസിക്കാനായിട്ടോ എന്നെ തന്നെ ഉയർത്താനോ അല്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടുള്ളൊരു ഭാരമാകട്ടെ. കർത്താവെ, സാമ്പത്തികമായിട്ട് അവർക്ക് പോരാ, പ്രാർത്ഥിച്ചാട്ടെ. വിവാഹത്തിലൊരു പ്രയാസമാണ്, പ്രാർത്ഥിച്ചാട്ടെ. അവരെ അന്യോന്യം താങ്ങണമെന്ന, ഭാരങ്ങൾ ഉപയോഗിച്ച് അന്യോന്യം താങ്ങണമെന്നല്ല പറഞ്ഞത്, എന്നാൽ അന്യോന്യം നിങ്ങളുടെ ഭാരങ്ങളെ താങ്ങണമേ എന്നാണ് പറഞ്ഞത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനിയും താഴ്മ നമുക്കുണ്ടെങ്കിൽ അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ പറയാൻ പോകുക. ബിക്കോസ് എൻഡ് ഓഫ് ഡേ ഐ ബിലീവ് ദാറ്റ് ഫെയ്ത്ത് ഹാസ് ടു ബി പ്രാക്ടീസ്ഡ്. വിശ്വാസം എന്ന് പറയുന്നത് നാം പ്രവർത്തിക്കേണ്ട ഒരു കാര്യമല്ലേ. കാരണം പ്രവൃത്തിയില്ലാത്ത വിശ്വാസമോ നിർജീവം അത്രയെന്നാണ് പറയുന്നത്. ഫെയ്ത്ത് വിത്തൗട്ട് ആക്ഷൻസ് ഇസ് ഡെഡ്. അപ്പോൾ ഈ താഴ്മ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ഇരിക്കുമെന്നും കൂടെ നമുക്കറിയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴ്മ ഈക്വൽ ടു ഇതിൻ്റെ നിർവചനം ബൈബിളിൽ പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത്, എനിക്ക് താഴ്മ ഉണ്ടെങ്കിൽ ഞാൻ ദൈവത്തെ മാനിക്കുന്ന വ്യക്തിയായിരിക്കും. എനിക്ക് താഴ്മ ഉണ്ടെങ്കിൽ ഞാൻ ദൈവത്തെയും ദൈവത്തിൻ്റെ വഴികളെയും അനുസരിക്കുന്ന വ്യക്തിയായിരിക്കും. ആമേൻ. എനിക്ക് താഴ്മ ഉണ്ടെങ്കിൽ ഞാൻ താഴോട്ട് പോയി എന്നുള്ളതല്ല, തിരുവചനം എന്നെക്കുറിച്ച് എന്ത് പറയുന്നോ അത് ഞാൻ വിശ്വസിക്കുന്ന വ്യക്തിയായിരിക്കും. ആമേൻ. എനിക്ക് താഴ്മ ഉണ്ടെങ്കിൽ ഞാൻ തന്നെ ഏറ്റവും ഫസ്റ്റ് പ്ലേസ് അന്വേഷിക്കുന്ന ഒരാളായിരിക്കുകയില്ല. ഞാൻ എൻ്റെ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ ദൈവമോ അതിൻ്റെ ഉത്തരവാദപ്പെട്ടവരോ എന്നെ പ്രൊമോട്ട് ചെയ്യുമായിരിക്കാം. നാം പിന്നീട് കാണുന്നത്, താഴ്മയുണ്ടെങ്കിൽ ഐ വിൽ നോട്ട് കമ്പയർ, ഞാൻ താരതമ്യം ചെയ്യത്തില്ല. കാരണം എന്താ, ഞാൻ ആയിരിക്കുന്നത് ദൈവകൃപയാൽ മാത്രമായത്. നാം ഒരുപക്ഷെ ചിന്തിക്കുന്ന ആ ലെവലിൽ എത്താത്ത ആൾക്കാരുണ്ടല്ലോ, കർത്താവ് ഒന്ന് അവരെ തൊട്ടാൽ അവരുടെ ജീവിതം അങ്ങ് മാറും. അതുകൊണ്ട് നാം പ്രാർത്ഥിക്കുക ചെയ്യേണ്ടത്. എന്നാൽ നമ്മൾ ഒരുപക്ഷെ നമ്മളിൽ താഴ്ന്ന ചില ആൾക്കാരെ നോക്കുമ്പോഴത്തേക്കും നമുക്കൊരു സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ നാം അങ്ങനെയല്ല സന്തോഷം എടുക്കേണ്ടത്. എൻ്റെ സന്തോഷം വരേണ്ടത് ദൈവത്തിൻ്റെ അക്സെപ്റ്റൻസിലൂടെയാണ്. എൻ്റെ ദൈവം എന്നെ സ്വീകരിച്ചു, എൻ്റെ ദൈവം എന്നെ ഒരു വ്യവസ്ഥകളുമില്ലാതെ സ്വീകരിച്ചു എന്നുള്ള സത്യത്തിൽ നിന്നാണ് എൻ്റെ ജീവിതം മാറേണ്ടത്. ആമേൻ. എനിക്ക് താഴ്മയുണ്ടെങ്കിൽ എൻ്റെ ദൈനംദിന ജീവിതം എങ്ങനെ ഇരിക്കും എന്നുള്ളതും കൂടെ നാം നോക്കാൻ പോവുകയാണ്. ഫിലിപ്പർ 2:3 ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ എന്ന് പറഞ്ഞാൽ, ബാക്കി വായിക്കുന്നില്ല, വരാം. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്തിനാ ഈ ചർച്ച പറയുന്നത്, ഇത്രയും പ്രശ്നമാണോ എന്ന് ആരെങ്കിലും ഓൺലൈൻ കാണുന്നവർ ചിന്തിക്കുമോ? ഇല്ല അല്ലേ. നമ്മളെല്ലാവരും ഒരുപക്ഷെ കടന്നു പോകുന്ന വികാരങ്ങളായതല്ല അല്ലേ.
ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ. തിരുവചനം പറയുന്ന നാം ചെയ്യുന്ന ഒന്നും വാശി പിടിച്ചല്ല ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ടാൻട്രംസ് ഡസന്റ് ബിലോങ് ടു ദ ഹൗസ് ഓഫ് ഗോഡ്. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഒരുവൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളുവേൻ. താഴ്മയുള്ളവരുടെ ഒരു പ്രധാനപ്പെട്ട മനോഭാവത്തെക്കുറിച്ച് തിരുവചനം പറയുകയാണ്. അവൻ മറ്റുള്ളവനെ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവേൻ. മറ്റുള്ളവൻ തന്നെക്കാൾ ശ്രേഷ്ഠനാണെന്ന് പറഞ്ഞിട്ടില്ല, അങ്ങനെ എണ്ണണമെന്നാണ് പറഞ്ഞത്. കാരണം തിരുവചനത്തിൻ്റെ ഓരോ വാക്കിൻ്റെയും അർത്ഥം നാം മനസ്സിലാക്കുമ്പോൾ അതിനെ ശരിയായ രീതിയിൽ നാം റെക്കൻസൈൽ ചെയ്തില്ലെങ്കിൽ നമുക്കിത് ഒരു വശത്ത് ദൈവം ഒരു കാര്യം പറയുന്നല്ലോ, മറ്റു വശത്ത് ഒരു വശത്ത് പറയുന്നല്ലോ നമ്മളെല്ലാവരും ഈക്വൽ ആണല്ലോ, പിന്നെ എങ്ങനെ അയാൾ മേളിലായത് നമ്മൾ ചിന്തിക്കും. തിരുവചനം പറയുന്നത് യു കൺസിഡർ. നീ മറ്റുള്ളവനെ മികച്ചവനായിട്ട് നീ നിന്റെ ഹൃദയത്തിൽ കരുതി തുടങ്ങുമ്പോൾ നിന്റെ പ്രവൃത്തികളും ആ വ്യക്തിയോടുള്ളത് മാറിത്തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം എല്ലാവരും ദൈവത്തിൻ്റെ നോട്ടത്തിൽ, ദൈവത്തിൻ്റെ കാഴ്ചയിൽ നാം തുല്യരാ. പക്ഷേ തിരുവചനത്തിൽ പറയുന്ന ഒരു വലിയ ജ്ഞാനമാണ്. കുടുംബത്തിലാകട്ടെ, സഭയിലാകട്ടെ, ഒരു വ്യക്തിബന്ധത്തിലാകട്ടെ, ആ ബന്ധം ബലപ്പെടണമെങ്കിൽ നാം എന്ത് ചെയ്യണം? മറ്റുള്ളവനെ ശ്രേഷ്ഠനായിട്ട് കരുതണം. അടുത്തിരിക്കുന്ന ആളോ പറഞ്ഞാട്ടെ, കരുതണമെന്ന് പറഞ്ഞാട്ടെ. നാം മറ്റുള്ളവനെ ശ്രേഷ്ഠനായിട്ട് എണ്ണണം, അല്ലെങ്കിൽ കരുതണം. നാം അങ്ങനെ കരുതി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്വഭാവവും ആ വ്യക്തിയോടുള്ള ഇടപെടലുകളും എല്ലാം നാം മാറ്റും. ഇത് ശരിക്കും പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം. കാരണം നമ്മൾ നോക്കുമ്പോൾ ചിന്തിക്കും, ഇയാളെ ഒന്നും പാസ്റ്ററെ എനിക്ക് ബഹുമാനിക്കാൻ ഒരു ഓപ്ഷനും ഇല്ല. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ അടിസ്ഥാനത്തിലേക്ക് വരണം. കർത്താവ് നമ്മളെ എങ്ങനെയാ ബഹുമാനിച്ചേ? നമ്മുടെ നന്മ കണ്ടിട്ടാണോ? അല്ല. ദൈവത്തിൽ നിന്ന് വന്ന നമ്മെ പൂർണ്ണ വെളിപ്പാടും ജ്ഞാനവുമുള്ള ദൈവത്തിന് ബഹുമാനിക്കുവാൻ കഴിയുമെങ്കിൽ, നമ്മുടെ ഈ ചുറ്റുമുള്ള ഒരു മനുഷ്യർക്കും അറിയാത്ത നമ്മുടെ പാപങ്ങളെ കണ്ടിട്ട് ദൈവത്തിന് ബഹുമാനിക്കാൻ അറിയാമെങ്കിൽ, നമ്മുടെ ചുറ്റുമുള്ള വ്യക്തികളെ ശ്രേഷ്ഠരെന്ന് കരുതാൻ ക്രിസ്തുവിൽ ആശ്രയിക്കുമ്പോൾ നമുക്ക് പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം കണ്ണുകളെ അടച്ച്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു നിമിഷം കണ്ണുകളെ അടച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് ബഹുമാനിക്കാൻ കഴിയാത്ത, ശ്രേഷ്ഠരെന്ന് എണ്ണുവാൻ കഴിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവിനോട് ചോദിച്ചു, കർത്താവെ, ഈ വ്യക്തിയെ ബഹുമാനിക്കാനായിട്ട്, ഈ വ്യക്തിയെ ശ്രേഷ്ഠനെന്ന് കരുതുവാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. കർത്താവെ, എന്നെ ആത്മാവിൽ വീണ്ടും ദരിദ്രനാക്കണേ കർത്താവെ. കർത്താവെ, താഴ്മയാൽ എന്നെ നിറയ്ക്കണമേ കർത്താവെ. താഴ്മയുടെ വസ്ത്രം ധരിക്കാൻ എന്നെ സഹായിക്കണമേ കർത്താവെ. കർത്താവെ, അങ്ങ് എന്നെ എങ്ങനെ സൃഷ്ടിച്ചോ അതുപോലെ സൃഷ്ടിച്ച ഒരു പ്രിയ പൈതലാണല്ലോ ആ വ്യക്തി. അങ്ങയിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള ബഹുമാനം, ശ്രേഷ്ഠത, അത് നൽകാൻ എന്നെ സഹായിക്കണമേ. അത് നൽകാൻ എന്നെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നാം തിരുവചനം പഠിക്കുമ്പോൾ, വായിക്കുമ്പോഴെല്ലാം എവിടെ ഞാൻ ആയിട്ടില്ല അല്ലെങ്കിൽ എനിക്ക് വളരണം എന്നുള്ള ഒരു കാര്യം നാം കാണുന്നോ, അത് പ്രാർത്ഥനയാക്കി മാറ്റണം. ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ വേ ഓഫ് ഗ്രോയിങ് ഇൻ ഫെയ്ത്ത്. അടുത്ത വാക്യം റോമാലേഖനം 12:3 പറയുന്നത്, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചു വരാതെ ദൈവം അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ. തിരുവചനം വ്യക്തമായിട്ട് നമ്മളോട് പറയുക, നമ്മൾ ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചു വരരുത്. അതിനെന്ത് ചെയ്യണം? നമ്മെക്കുറിച്ച് പറയുന്ന തിരുവചനത്തിൻ്റെ സത്യം നാം നിരന്തരം വായിച്ച് അത് സ്വീകരിക്കുന്ന ആളായിരിക്കണം. രക്ഷ കിട്ടാത്ത ആൾക്കാർ ആരാന്നറിയാമോ പ്രിയപ്പെട്ടവരെ? പാപിയാന്ന് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ്. തിരുവചനം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ആ സകല മനുഷ്യരും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് നഷ്ടമാക്കിയിരിക്കുന്നു. അയ്യോ, പക്ഷെ ഞാൻ അതിനകത്തില്ല എന്ന് പറയുവാണെങ്കിൽ പിന്നെ എനിക്ക് രക്ഷ ലഭിക്കുകയില്ല.
നാം താഴ്മപ്പെടുമ്പോൾ തിരുവചനം നമ്മെക്കുറിച്ച് പറയുന്നത് നമുക്ക് സ്വീകരിക്കാനായിട്ട് കഴിയും. നാം സത്യത്തെ ആലിംഗനം ചെയ്യുന്നവരായിരിക്കും. അങ്ങനെ ദൈവത്തിൻ്റെ നീതി വലിയ അളവിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഫിലിപ്പി ലേഖനത്തിൻ്റെ 2:4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുക, ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണം കൂടെ നോക്കണം ഇൻ എവറി റിലേഷൻഷിപ്പ്. അപ്പം ആദ്യം നമ്മൾ ഹൃദയത്തിനകത്തുള്ള മനോഭാവത്തെക്കുറിച്ച് പറഞ്ഞു. എൻ്റെ ചുറ്റുമുള്ളവർ എന്നേക്കാൾ ശ്രേഷ്ഠരായിട്ട് ഞാൻ കരുതണം. ദാറ്റ്സ് കൺസേണിങ് ദ മൈൻഡ്. എൻ്റെ ചിന്തയിൽ ആദ്യം മാറ്റം വരണം. രണ്ടാമത്, ഓരോരുത്തൻ ഇനി ഞാൻ നോക്കുമ്പം എൻ്റെ ഗുണം മാത്രം നോക്കിയാൽ പോരാ. എൻ്റെ ഗുണം നോക്കരുതെന്ന് പറയുന്നില്ല കേട്ടോ. സ്വന്തം ഗുണം നോട്ട് ഓൺലി എന്നാണ് തിരുവചനത്തിൽ അല്ലെങ്കിൽ സ്ക്രിപ്ചറിൽ പറയുന്നത്. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം കൂടെ. ഞാൻ ആ വ്യക്തിയെ ശ്രേഷ്ഠനായിട്ട് കരുതുന്നത് എൻ്റെ സംസാരത്തിൽ മാത്രമല്ല, എൻ്റെ പ്രവൃത്തിയിലൂടെ ഞാൻ നോക്കുക ഈ ഡീല് അയാൾക്കും കൂടെ നല്ല ഡീലാണോ. അയ്യോ എനിക്കിതിനകത്തൊരു ഗുണമുണ്ട്, അയാൾക്ക് നഷ്ടമാണോ? അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഒരു ചെയ്തു തരുന്നത് മറ്റേ ആൾക്ക് വലിയ പ്രയാസമാണോ കൊണ്ടുവരുന്നത്? അയ്യോ എനിക്ക് വേണ്ടി ഇത്രയും ദൂരം വരുന്നത് അയാൾക്കൊരു ബുദ്ധിമുട്ടാണോ? അയ്യോ എനിക്ക് വേണ്ടി വീട്ടിലിരിക്കേണ്ടി വരുന്നത് മറ്റേ ആളുടെ കരിയർ നശിപ്പിക്കുന്നുണ്ടോ? മറ്റേ ആൾക്കും കൂടെ വേണ്ടി നമ്മൾ ചിന്തിക്കണമെന്നാണ് തിരുവചനം പറയുന്നത്. അയാളുടെ ഗുണത്തെക്കുറിച്ച് നാം ചിന്തിക്കണമെന്നാണ് പറയുന്നത്. എന്നിട്ട് പറയുക, ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോട് സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ, ഞാനെന്തിനാ അങ്ങനെ കരുതുന്നത്, നമ്മളെല്ലാവരും ഈക്വൽ അല്ലേ എന്ന് ചിന്തിക്കാതെ, ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. എല്ലാവരും ഈക്വൽ അല്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ കരുതുന്നത്? അങ്ങനെ ചിന്തിക്കാതെ യേശുക്രിസ്തുവിനെ മാതൃക എടുത്ത് ഓരോരോ നിലവാരമാണ്. ആദ്യം നമ്മൾ ഹൃദയത്തിൽ കരുതുന്നു, രണ്ടാമതായിട്ട് ഗുണം, മറ്റുള്ളവൻ്റെ ഗുണത്തെക്കുറിച്ച് ചിന്തിച്ച് അത് അന്വേഷിക്കുന്നു. അയാൾക്കും കൂടെ ഗുണം വേണം. ഞാനൊരാളോട് ഇടപെടുമ്പോൾ അത് അയാൾക്കൊരു അനുഗ്രഹമാകണം എന്നുള്ള നല്ല നിർബന്ധം. മൂന്നാമതായിട്ട് നാം ദൈവത്തിൻ്റെ നിറവിൽ നിൽക്കുമ്പോൾ വരുന്ന അടുത്ത നിലവാരം എന്ന് പറയുന്നത്, എനിക്കിച്ചിരി നഷ്ടം വന്നാലും കുഴപ്പമില്ല, എൻ്റെ ക്രൂശീകരണത്തിലൂടെ അവൻ അനുഗ്രഹിക്കപ്പെടണം. കാരണം എനിക്കറിയുന്നൊരു കാര്യമുണ്ട്, ഞാൻ താഴ്ത്തുമ്പോൾ 3-ാം ദിവസം എൻ്റെ കർത്താവ് എന്നെ ഉയർത്തും. ഞാൻ എന്നെ തന്നെ സാക്രിഫിഷ്യലി മറ്റുള്ളവൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നിർത്തുമ്പോൾ എൻ്റെ ദൈവം എന്നെ ഉയർത്തും. ഏറ്റവും അവസാനമായിട്ട് കേൾക്കുന്നവന് കൃപ, എഫെസ്യർ 4:29, കേൾക്കുന്നവന് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മിക വർധനവിക്കായിട്ടല്ല, നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ആദ്യം നമ്മളെ മനസ്സിൻ്റെ കാര്യം പറഞ്ഞു, രണ്ടാമത് മറ്റുള്ളവരുടെ ഗുണം അന്വേഷിക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞു, മൂന്നാമത് സാക്രിഫിഷ്യലി സ്നേഹിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു, നാലാമത് എഫെസ്യർ 4:29 പറയുകയാണ്, നീ എന്തെങ്കിലും പറയുന്നെങ്കിൽ നല്ലതേ പറയാവൂ, അത് കേൾക്കുന്നവന് കൃപ ലഭിക്കണം, അവനെക്കുറിച്ച് കരുതണം. നമുക്ക് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, കർത്താവേ, നന്ദി നന്ദി നന്ദി. ഞങ്ങളെ അളവില്ലാതെ സ്നേഹിക്കുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ഹൃദയത്തിലുള്ള നിഗളമെല്ലാം മാറി താഴ്മയിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. യേശുക്രിസ്തുവിനെ പോലെ ആകുവാനും ഞങ്ങളെ തന്നെ അങ്ങയുടെ മുമ്പാകെ താഴ്മപ്പെടുത്തി കർത്താവെ മറ്റുള്ളവരെ കരുതി ജീവിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ അതിനായിട്ടുള്ള കൃപ അങ്ങിൽ ഞങ്ങൾ ചോദിക്കുന്നു. വിശ്വാസത്താൽ ഞങ്ങളത് സ്വീകരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ്.